നിസ്കാരത്തിൽ നിന്ന് വേണ്ടത് പോലെ ഈമാനിന്റെ ഇന്ധനം, ഭക്തിയുടെ ശക്തി നമ്മൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം കാണും. അങ്ങനെ കാണാത്ത ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വൈലുല്ലിൽ മുസല്ലീൻ. നമ്മളിവിടെ ഓതി വെച്ചത് സൂറത്തുൽ മാഊനിലെ വചനമാണ്. വല്ലാത്ത ഒരു വചനമാണത്. നിസ്കരിക്കുന്നവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നതിന്റെ മുമ്പ് തളച്ചുമറിയേണ്ട ഒരു വചനമാണിത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓർമ്മിക്കപ്പെടേണ്ട വചനമാണിത്. വൈലുല്ലിൽ മുസല്ലീൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല. കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിച്ച് സലാം വീട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് വൈലുല്ലിൽ മുസല്ലീൻ. ആർക്ക് വേണമെടോ അവന്റെ നമസ്കാരം? എന്തുകൊണ്ടാ അങ്ങനെയുള്ളവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാതെ പോയത്? അതിന്റെ കാരണമാണ് തൊട്ട് മുമ്പും ശേഷവും പറഞ്ഞത്. ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവൻ. നിസ്കാരത്തിന് വേണ്ടി തല കുനിച്ചാണ് അവൻ നടന്നു പോയിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞ് തല കുനിച്ച് തന്നെയാണ് അവൻ തിരിച്ചു വന്നിട്ടുമുള്ളത്. അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെയെങ്ങാനും തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ സാധുവായ മനുഷ്യനെ അവന് കാണാമായിരുന്നു, അനാഥകളായ മക്കളെ അവന് കാണാമായിരുന്നു. ഫലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, അത് കഴിയുന്നവരുണ്ടല്ലോ അവരോട് ചെന്നൊന്ന് പറയുക പോലും അവൻ ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ നിസ്കരിച്ച് തിരിച്ചു വന്നു. ആർക്ക് വേണം അവന്റെ നിസ്കാരം? അല്ലാത്ത ഒരു ചോദ്യമാണിത്. ഇതാരെക്കുറിച്ചാണ് ചോദിച്ചത്? ഇത് വേറെ ആരെയോ കുറിച്ചാണോ ചോദിച്ചത്? വേറെ ആരെയോ കുറിച്ചാണോ അള്ളാഹു ഈ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നു ഇത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന മരുന്നുകളൊന്ന് കൂട്ടിവെച്ച് നോക്കിയാൽ അത് കണ്ടാൽ കരയുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ? ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഷീട്ട് മരുന്നുശാലയിൽ കൊണ്ടുകൊടുത്ത് അതിന്റെ ബില്ല് എത്രയാകുമെന്ന് ചോദിക്കുമ്പോ ആ ബില്ല് കേട്ട് അത് കൊടുക്കാൻ കാശില്ലാതെ തല കുനിച്ച് കരഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇല്ലായിരുന്നു, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ ഇല്ലായിരുന്നു. എന്നിട്ടല്ലേ നമ്മൾ കൃത്യമായി പോയി നിസ്കരിച്ച് സലാം വീട്ടി തിരിച്ചു വന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ചല്ലേ ഈ പറഞ്ഞത്? നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങളൊന്ന് കൂട്ടിവെച്ച് നോക്കിയാൽ അത് കണ്ടാൽ നെഞ്ചുപൊട്ടുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമില്ലേ? നമ്മൾ അവരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മളെ കുറിച്ചല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? തൊണ്ടയിലൂടെ ഒരിറ്റ് ഭക്ഷണം ഇറക്കാൻ കഴിയാതെ ഭക്ഷണം കഴിച്ചു വന്നവരുടെ കൈ മുത്തി വാസനിച്ച് കരയുന്ന രോഗികൾ നമ്മുടെ ചുറ്റുമില്ലേ? അവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ നമ്മളെ കുറിച്ചല്ലേ ഈ പറഞ്ഞത് വൈലുല്ലിൽ മുസല്ലീൻ. അപ്പൊ നിസ്കാരങ്ങൾ കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു പരിവർത്തനമുണ്ട്. അത് സാധിച്ചോ? മഹാനായ ഹാത്തിം അസം റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം? നിസ്കാരത്തിൽ അതീവ ഭക്തി കാണിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് നിങ്ങളുടെ നിസ്കാരം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് പറഞ്ഞുകൊടുത്ത വളരെ മനോഹരമായൊരു മറുപടിയുണ്ട്. ഇദാ ഹാനത്തി സ്വലാത്തു, നിസ്കാരത്തിന് സമയമായാൽ അസ്ബഗ്തു വൽ വുളൂഅ, ഞാൻ വുളൂ എടുക്കും. വഅതൈതു അൽ മൗളിഅ അല്ലദീ ഉരീദു അസ്സലാത ഫീഹി, എവിടെ വെച്ചാണോ നിസ്കരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് ഞാൻ എത്തും. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫഅഖഉദു ഫീഹി ഹത്താ തജ്തമിഅ ജവാരിഹി, നിസ്കാരത്തിന്റെ സ്ഥലത്തെത്തിയാൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് നിസ്കരിക്കാറല്ല ഉള്ളത്. ആ നിസ്കരിക്കാനുള്ള സ്ഥലത്തെത്തിയാൽ ഞാൻ കുറച്ചു നേരം ഒന്ന് ശാന്തനാകും. എന്റെ മനസ്സ് ഒന്ന് സമാധാനമാകുന്നതുവരെ, എന്റെ അവയവങ്ങളൊന്ന് അടങ്ങി ഒതുങ്ങുന്നതുവരെ ഞാൻ കുറച്ചു നേരം ഒന്ന് ശാന്തനായിട്ടിരിക്കും. കാരണം ഞാൻ നിസ്കാരത്തിനാണ് പോകുന്നത്. സുമ്മ അഖൂമു ഇലാ സലാത്തി, പിന്നെ ഞാൻ നിസ്കാരത്തിൽ തുടങ്ങും. വഅജഅലു അൽ കഅബത ബൈന ഹാജിബി, ഞാൻ ഏതൊരു കഅബയെ മുന്നിൽ കണ്ടുകൊണ്ടാണോ നിസ്കരിക്കുന്നത് ആ കഅബ എന്റെ കണ്ണിന്റെ പുരികങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും. ആ കഅബ മന്ദിരം എന്റെ കൺപുരികങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. വസ്സിറാത്ത തഹ്ത ഖദമി, നരകത്തിന് മുകളിൽ അല്ലാഹു വിരിച്ചിരിക്കുന്ന സിറാത്തിന്റെ മുകളിലാണ് എന്റെ പാദമുള്ളത്, ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് അനുഭവപ്പെടും. വൽ ജന്നത അൻ യമീനി, സ്വർഗം എന്റെ വലതു ഭാഗത്തുണ്ട് എന്ന് തോന്നും. വന്നാറു അൻ ശിമാലി, നരകം എന്റെ ഇടതു ഭാഗത്തുണ്ട് എന്ന് എനിക്ക് തോന്നും. വമലക്കുൽ മൗതി വറാഇ, മരണത്തിന്റെ മാലാഖ എന്നെ മടക്കിക്കൊണ്ടുപോകാൻ എന്റെ പിന്നാമ്പുറത്ത് കാത്തിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. അദന്നുഹ ആഖിറ സ്വലാത്തി,
എന്റെ അവസാനത്തെ നിസ്കാരമാണത് എന്ന് എനിക്ക് തോന്നും. എന്റെ അവസാനത്തെ റുക്കൂകളാണ്, എന്റെ അവസാനത്തെ സുജൂദുകളാണ്. എന്റെ ജീവിതത്തിൽ ഇനി ഒരു നിസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് എനിക്ക് തോന്നും. സുമ്മ അഖൂമു ബൈനർ റജാഇ വൽ ഖൗഫ്. ഒരേ സമയം എന്റെ ഉള്ളിൽ പേടിയുണ്ടാകും, അതേസമയം എന്റെ ഉള്ളിൽ പ്രതീക്ഷയും ഉണ്ടാകും. ആ നിസ്കാരം കഴിഞ്ഞാലോ സുമ്മ ലാ അദ്രി അഖ്ബിലത് മിന്നി അം ലാ. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിന്റെ പേടി ആ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന പേടിയാണ്. ഹാത്തിം അസമ്മ റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഇതാണ് നിസ്കാരം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.